നമ്മളൊരു വാഹനം ഉപയോഗിക്കുമ്പോൾ ആ വാഹനത്തിലെ ഇൻഡിക്കേറ്റർ ലൈറ്റുകൾ ഇപ്പോൾ 4 സൈഡിൽ വരുന്ന ഇൻഡിക്കേറ്റർ ലൈറ്റിനകത്ത് ഏതെങ്കിലും ഒന്ന് കംപ്ലൈൻറ്റ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഈ ഒരു ഉള്ളിലിരുന്നുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. എങ്ങനെയാണെന്നറിയോ? കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഒരു സൈഡ് ഇൻഡിക്കേറ്റർ, ആ ഒരു ഫ്രണ്ടിലെ ഇൻഡിക്കേറ്റർ ബൾബ് കംപ്ലൈൻ്റ് ആണ്, അത് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ആ ഒരു സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഇടുന്ന സമയത്ത് നോക്കിയാൽ മനസ്സിലാവും, ഇതിനകത്ത് വളരെ ഫാസ്റ്റായിട്ടാണ് അത് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇൻഡിക്കേറ്ററിൻ്റെ സിമ്പിൾ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇത്രയും ഫാസ്റ്റായിട്ട് ബ്ലിങ്കിങ് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഒന്നുകിൽ ഫ്രണ്ടോ അല്ലെങ്കിൽ ബാക്കോ ഏതോ ഒരു ബൾബ് പീസ് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ അത് വർക്കിംഗ് ഇല്ല എന്ന് മനസ്സിലാക്കണം. ഇനി നമ്മൾ ഈ ഒരു സൈഡിലേക്ക് ഇട്ട് പോവുകയാണ്, ഇത് 2 സൈഡും വർക്കിംഗ് ആണ്, ഇത് കറക്റ്റായിട്ട് ആ നിശ്ചിത സ്പീഡിലാണ് അത് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും സൈഡിലുള്ള ഇൻഡിക്കേറ്റർ ഇതേപോലെ ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സൈഡിലുള്ള ഇൻഡിക്കേറ്റർ ബൾബോ അല്ലെങ്കിൽ അതിനകത്ത് വയറിങ്ങിൽ എന്തെങ്കിലും ഡാമേജ് ആയിട്ട് അത് വർക്ക് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു ചെറിയ ഷോർട്ട് കട്ട് മെത്തേഡാണ്. നമ്മൾ സാധാരണ വാഹനം ഓടിക്കുന്ന ഇന്റീരിയറിൽ നിൽക്കുന്ന സമയത്തൊന്നും വാഹനം ഓടിക്കുന്ന സമയത്തൊന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തൊരു കാര്യമാണ് ഇൻഡിക്കേറ്ററിൻ്റെ ബൾബ് കത്തുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. കാരണം നമ്മൾ ഉള്ളിലിരുന്ന് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പോൾ അത് ചെറിയ ട്രിക്സാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തിനകത്ത് അത്തരത്തിൽ ഫാസ്റ്റ് ഒന്നുകിൽ സ്ലോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, സാധാരണ ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക ഏതൊരു ഇൻഡിക്കേറ്ററിൻ്റെ ബൾബ് കംപ്ലൈൻറ്റ് ആയിട്ടുണ്ടെങ്കിൽ. 2 ലോ ബഡ്ജറ്റിൽ വരുന്ന വാഹനങ്ങൾ നമ്മുടെ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. 2018 മോഡലിൽ നിൽക്കുന്ന സെലേരിയും 2019 മോഡലിൽ നിൽക്കുന്ന ടാറ്റ ടിയാഗോയും ഹാച്ച് ബാക്ക് സെഗ്മെൻറ്റിൽ നിൽക്കുന്ന 2 പുലിക്കുട്ടികൾ. 2018 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പിൽ വെറും 33,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ZX എന്ന ഫുൾ ഓപ്ഷൻ വേരിൽ നിൽക്കുന്ന 1 ലിറ്റർ പെട്രോൾ എഞ്ചിനിൽ നിൽക്കുന്ന വാഹനം KL0 ട്രിവാൻഡ്രം രജിസ്ട്രേഷനിൽ നിൽക്കുന്ന വാഹനം ZX എന്ന ഏറ്റവും ഫുൾ ഓപ്ഷൻ വേരിയൻ്റ്. എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്നു. 4 ഡോർ പവർ AC പവർ സ്റ്റിയറിംഗ് കൺട്രോൾസ്, എയർ ബാഗ്, ABS, ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, ബാക്ക് വൈപ്പർ, ഡിഫോഗർ, സ്പോയിലർ തുടങ്ങിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്ന നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്ന വാഹനം. റിവേഴ്സ് പാർക്കിംഗ് ക്യാമറ, റിവേഴ്സ് പാർക്കിംഗ് സെൻസർ തുടങ്ങിയിട്ടുള്ള ഫീച്ചേഴ്സ് നിൽക്കുന്നു. ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 40-50% ടയർ കണ്ടീഷൻ നിൽക്കുന്നു. എക്സ്റ്റീരിയർ അതേപോലെ തന്നെ ഇന്റീരിയറും വെൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ലൊരു സീറ്റ് വർക്ക് ഇതിനകത്ത് വന്നിട്ടുണ്ട്. ആൻഡ്രോയിഡ് ഡിസ്പ്ലേ ഇതിനകത്ത് അഡീഷണൽ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. എയർ ബാഗ് വരുന്നു, ABS വരുന്നു. ഡാഷ്ബോർഡൊക്കെ നോക്കുകയാണെങ്കിൽ ഡുവൽ ടോണിൽ ബ്ലാക്ക് ആൻഡ് ബീജിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ വരുന്നു. സെയിം പാറ്റേൺ തന്നെയാണ് ആ ഒരു ഡോർ പാഡിനകത്തും യൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇന്റീരിയറൊക്കെ നല്ലൊരു പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള പക്ക നല്ലൊരു അടിപൊളി ഡിസൈനും കാര്യങ്ങളെല്ലാം വരുന്ന രീതിയിൽ ആ സീറ്റ് കവർ പോലും ആ ഒരു ബേജ് ആൻഡ് ബ്ലാക്കിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ വന്നിട്ടുണ്ട്. അങ്ങനെ എക്സ്റ്റീരിയറും ഇന്റീരിയറും വെൽ മെയിൻറ്റെയിൻ ചെയ്തിട്ട് വളരെ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഈ ഒരു സെലേരിയോ ZX 2018 മോഡലിൽ നിൽക്കുന്ന വാഹനം സ്വന്തമാക്കാം. 4,50,000 രൂപ നെറ്റ് പ്രൈസോട് കൂടി ഓൾമോസ്റ്റ് ഒരു 4.5 ലക്ഷം വരെ നമുക്ക് ഫിനാൻസ് സൗകര്യം അവൈലബിൾ ഒരു വാഹനം കൂടിയാണിത്. ഇനി ടിയാഗോക്ക് വരികയാണെങ്കിൽ ടിയാഗോ 2019 മോഡലിൽ എക്സെറ്റ് എന്ന സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന 27 തിരുവല്ല രജിസ്ട്രേഷനിൽ നിൽക്കുന്ന വാഹനം. ZX ആണെങ്കിൽ അത് ഫുൾ ഓപ്ഷൻ ആണെങ്കിൽ ഇത് ടിയാഗോയുടെ ഫുൾ ഓപ്ഷൻ ആയിട്ടുള്ള എക്സെറ്റ് എന്ന വേരിയൻറ്റ്. അലോയ് വീൽസ്, ഫോഗ് ലാംപ്സ്, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്, സ്റ്റിയറിംഗ് കൺട്രോൾസ്, എയർ ബാഗ്, ABS, സെൻട്രൽ ലോക്കിംഗ് തുടങ്ങിയിട്ടുള്ള അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്നു. ബാക്ക് പ്രൊഫൈലിലേക്ക് ആണെങ്കിൽ ഡിഫോഗർ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഒരു 70-75% ടയർ കണ്ടീഷൻ നിൽക്കുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ സർവീസ് കാര്യങ്ങളെല്ലാം പ്രോപ്പർ പോയി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി കണ്ടീഷനിൽ നിൽക്കുന്ന വാഹനം. 1.2 പെട്രോൾ എഞ്ചിനിൽ നിൽക്കുന്ന വാഹനം കൂടിയാണിത്. പെട്രോൾ എഞ്ചിൻ ആയതുകൊണ്ട് 15, 16, 17 വരെ നമുക്ക് പെട്രോൾ മൈലേജും പ്രതീക്ഷിക്കാവുന്ന സാധാരണ ഇതിൽ മെയിൻ്റനൻസ് കാര്യങ്ങൾ എല്ലാം കുറഞ്ഞിട്ടുള്ള വാഹനം. അതിൻ്റെ വില വരുന്നത് 3,85,000 രൂപ. 3,85 നിങ്ങൾക്ക് ലോൺ സൗകര്യം അവൈലബിൾ ഒരു വാഹനം കൂടിയാണിത്. അപ്പോൾ 2 ഹാച്ച് ബാക്ക് സെഗ്മെൻറ്റിൽ നിന്ന് വരുന്ന സാധാരണക്കാർക്ക് പറ്റിയുള്ള 2 ഒരേ സെഗ്മെൻറ്റിൽ നിന്ന് വ്യത്യസ്ത ബ്രാൻഡിൻ്റെ വാഹനങ്ങൾ നമ്മുടെ സ്റ്റോക്ക് അവൈലബിൾ ആണ്. വാഹനത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ മാക്സിമം ഷെയർ ചെയ്യുക, പേജ് ഫോളോ ചെയ്യുക.